എൻ്റെ പേര് ലിൻസി എന്നാണ്. ഞാൻ മോർക്കാലയിൽ നിന്ന് വരുന്നു. എൻ്റെ ഈ രണ്ട് മുട്ടിനും നല്ല പെയിനായിരുന്നു. എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. വ്യക്തമായിട്ടൊരു കാരണം അറിയില്ല. അതിൽ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി. ആയുർവേദം ആയാലും ഇംഗ്ലീഷ് മരുന്നൊക്കെ ആയാലും ഒരുപാട് ഞാൻ കഴിക്കുകയൊക്കെ ചെയ്തു. ബട്ട് കഴിച്ചു കഴിയുമ്പോൾ പെയിൻ കില്ലർ ആയാലും കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് വേദന ഉണ്ടാവില്ല. പിന്നീട് എനിക്ക് ഭയങ്കര വേദനയാണ്. ഒന്ന് കിടക്കാനൊന്നും പറ്റില്ല. ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. അങ്ങനെ ഇരിക്കാതെ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്. എൻ്റെ ഒരു ആൻറ്റി വഴിയാണ് ജോബിൻ ഡോക്ടറെ എനിക്ക് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഡോക്ടർ ഉണ്ട്, ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു. അപ്പോഴും എനിക്ക് മടിയായിരുന്നു. കാരണം ഇത്രയും ട്രീറ്റ്മെന്റ് എടുത്ത് ഒത്തിരി സ്ഥലത്ത് നടന്നിട്ടും വയനാട് വരെയും പോയിട്ടൊന്നും എനിക്ക് ഒരു കുറവും തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ അതും ഈ പുക്കാട്ടോടിയിലൊക്കെ തൊട്ടടുത്ത് ഹോസ്പിറ്റലാന്ന് അറിഞ്ഞപ്പോഴും പോവാനൊക്കെ ഇനി അവിടെ പോയാലും മാറത്തില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഞാൻ കാക്കനാട് ഒരു ആയുർവേദം എടുത്തു വന്നിട്ടൊന്നും എനിക്കൊരു കുറവില്ല. പിന്നെ ആന്റീനെ ഞാൻ വീണ്ടും കാണാനിടേ. അപ്പൊ ആന്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആന്റീനെ ജോബിൻ ഡോക്ടറുടെ പേഷ്യന്റ് ആയിരുന്നു, നടുവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആന്റിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റിയുടെ ഒരു റെക്കമെൻഡേഷന്റെ ഒരു ഇതിലാണ് ഞാൻ ഡോക്ടർ ജോബിനെ പരിചയപ്പെട്ട ആദ്യമായിട്ട്. അങ്ങനെ ഞാൻ ഒലിവ് ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെ എത്തുകയും ഡോക്ടറെ പരിചയപ്പെട്ട്, ഡോക്ടർ ഫസ്റ്റ് കൺസൾട്ടിങ് തന്നെ എൻ്റെ കാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ എല്ലിനൊരു പൊട്ടൽ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു വീഡിയോ സൈഡിൽ എന്നെ കാണിച്ചു തന്നായിരുന്നു. എന്നാലും ഡോക്ടർ പറഞ്ഞു ഒരു MRI എടുക്കണം, MRI എടുത്താലാണ് നമുക്ക് മെഡിസിൻ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞാൻ MRI എടുത്ത് പിറ്റേ ദിവസം തന്നെ ജോബിൻ ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ ആ MRIയിൽ എന്താണോ അതേ ഇത് തന്നെയാണ് ഡോക്ടർ എന്നോട് MRI എടുക്കുന്നതിന് മുമ്പും ഡോക്ടർ പറഞ്ഞത്. അപ്പൊ എനിക്ക് കൂടുതൽ ഒരു വിശ്വാസം വന്നു. കാരണം ഡോക്ടർ എന്താണോ തലേ ദിവസം പറഞ്ഞത് അത് തന്നെയാണ് MRIയിൽ കാണിക്കുകയും ആ ഒരു പിക്ചർ സഹിതം തന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ വീട്ടിലെല്ലാവരോടും സംസാരിച്ചപ്പോൾ അന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞാണ് ഞാൻ ഈ ഒരു മാസം, അതായത് 1-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആയി. കറക്റ്റ് ഒരു മാസം ഉള്ള ട്രീറ്റ്മെന്റിൽ, അതായത് ഞാൻ ഇവിടെ വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് കൂടിയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അതായത് എനിക്കൊന്ന് നിവർന്ന് നിൽക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒരു 3-4 മാസമായിട്ട്. അങ്ങനെ ഇരിക്കാതെ ഒരു ബസ്സിൽ കയറാനൊന്നും പറ്റില്ല, കാല് ഫുള്ള് നീര്. ആ ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. വന്ന് ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങളിവിടെ താമസിച്ച് തന്നെ നിൽക്കണം, പോയി ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഫലം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു വില്ല പോലെയാണ്. നമുക്ക് ഇവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഈ റൂമിനകത്ത്. നമുക്ക് പിന്നെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലീൻ ആണ്. മൊത്തത്തിൽ നമുക്ക് എല്ലാം കൊണ്ട് നമ്മുടെ വീട് എങ്ങനെയാണോ അതേപോലെ തന്നെ ക്ലീൻ ആയിട്ട് നമുക്കൊരു വില്ലയാണ് ഫാമിലി ആയിട്ട് താമസിക്കാൻ തരുന്നത്. അതുപോലെ ഇവിടുന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ട്. ആയുർവേദം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിയ, അതുപോലെ കൃഷ്ണപ്രിയ. ആ പിള്ളേരായാലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരിക. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ എന്നെ 2 പിള്ളേരെ എടുത്തു പൊക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് റൂമിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. തീരെ അത്ര ഞാൻ അവശതയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഒരാഴ്ചക്ക് മുന്നേ തന്നെ ജസ്റ്റ് ഞാൻ തന്നെ പിടിച്ച് ഒന്നിരിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ മെല്ലെ മെല്ലെ ഞാൻ ഒന്ന് നിവർന്ന് നിൽക്കാനും, എൻ്റെ കാലിൻ്റെ 2 മുട്ടിന്റെ പെയിൻ, നേരത്തെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് തിരിഞ്ഞ് കിടക്കാനും. അതുപോലെ തന്നെ കാല് കട്ട് കഴിച്ചുള്ള വേദനയായിരുന്നു. പക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ തന്നെ എനിക്കൊരു പകുതി സമാധാനമായി. അതുപോലെ തന്നെ പിള്ളേരുടെ ഭാഗത്തുനിന്നായാലും നല്ല ഒരു സപ്പോർട്ടായിരുന്നു എനിക്ക്. ആദ്യമേ തന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായി, മാറൂ എന്നൊരു ചിന്തയിലാണ് ഞാൻ വന്നത്. അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ പിള്ളേര് പറഞ്ഞു, ചേച്ചി നമ്മുടെ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന ട്രീറ്റ്മെന്റിന് ഫലം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവരും നമുക്കൊരു സപ്പോർട്ടായിരുന്നു 2 പേരും. അപ്പൊ അവരുടെ ആ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടും അതേ രീതിയിൽ മാറില്ല അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. മാറും എന്നുള്ള വിശ്വാസത്തിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഫിസിയോ എടുക്കുന്നത് ഡോക്ടർ ആഷിലെ ഡോക്ടറാണ്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ലൊരു കെയറിങ് ആയിരുന്നു. വേണ്ട എക്സസൈസ് കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യിപ്പിക്കുകയും തിരിച്ച് റൂമിൽ വന്നിട്ടായാലും ചെയ്യണമെന്ന് പറയുകയും എല്ലാം ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ നടക്കുമ്പോൾ നമുക്ക് ചെറിയ വേദന ഉണ്ടായാലും നമുക്ക് എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഇപ്പൊ ഈ ഒരു മാസത്തെ ട്രീറ്റ്മെന്റിൽ എന്ന് വെച്ചാൽ എനിക്ക് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ, ഒന്ന് ഇരിക്കാൻ, മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്ത ഒരു കസേരയിലോ എന്തെങ്കിലും ഇരുന്നിട്ടാണ് ഞാൻ ഒത്തിരി സമയം എടുത്തിട്ടാണ് ഒന്ന് എഴുന്നേൽക്കണത്. പെട്ടെന്ന് എന്തുകൊണ്ട് സംഭവിച്ചെന്നൊക്കെ എനിക്ക് ആദ്യം അറിയില്ല എന്ന് പറഞ്ഞില്ലേ.
അതേ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എൻ്റെ ലിഗമെന്റിന് പൊട്ടൽ വന്നിട്ട് അത് നടക്കുമ്പോൾ അതിങ്ങനെ സ്ക്രാച്ച് ആവും എന്നാണ്. പക്ഷെ എനിക്കിപ്പോൾ ഈ ഒരു മാസം വന്നതുകൊണ്ട് ഒരുപാട് മാറ്റം. ഇനിയിപ്പോൾ ആരെന്നോട് ചോദിച്ചാലും ഞാൻ ഡോക്ടർ ജോബിൻ ഡോക്ടറുടെ അടുത്ത് ഒലിവ് ഹോസ്പിറ്റലിലേക്ക് വരാനേ ഞാൻ പറയുള്ളൂ, ആയുർവേദം. കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നതൊക്കെ ഒരുപാട് ബെറ്ററാണ്. ഇവിടെ എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലും സ്വിമ്മിംഗ് പൂൾ, അതുപോലെ നമുക്കൊന്ന് പുറത്തിരുന്ന് ഒന്നിരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒക്കെ പോകുന്നതൊക്കെ ഒരുപാട് ബെറ്ററാണ്. ഇവിടെ എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാലും സ്വിമ്മിംഗ് പൂൾ, അതുപോലെ നമുക്കൊന്ന് പുറത്തിരുന്ന് ഒന്നിരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും നമ്മളെ അത്ര കെയറിലാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത്. ഫുഡായാലും എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് കൊണ്ടു തരിക, എല്ലാം നമുക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടറുടെ സൈഡിൽ നിന്നായാലും രാവിലെ കൺസൾട്ടിങ് എല്ലാം വന്ന് അന്വേഷിക്കുകയും ഡോക്ടർ നസീം ഡോക്ടറും ജോബിൻ ഡോക്ടറും വന്ന് എപ്പോഴും നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഫോളോ അപ്പും എല്ലാം നമുക്ക് കറക്റ്റ് സമയത്ത് വന്ന് ഫോളോ അപ്പ് എല്ലാം ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്, കുറവുണ്ടോ, എല്ലാം കറക്റ്റ് രീതിയിൽ അവരും അവരുടെ രീതിയിലായി ഫോളോ അപ്പ് ഉണ്ട് നമുക്ക്. അതുപോലെ നസ്ലീൻ ഡോക്ടർ ആയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തൊരു ആവശ്യമായാലും നമുക്ക് എന്ത് കാര്യമായാലും തുറന്ന് സംസാരിക്കാനും എല്ലാത്തിനും നമുക്ക് നമ്മുടെ ഒരു കുടുംബം പോലെയാണ് നമ്മൾ ഈ താമസിക്കുന്ന ഒരു മാസം നമുക്കിവിടെ വേണ്ട കെയറിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാ രീതിയിലും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നമ്മളെ ആരും അങ്ങനെ ഒരു മാറ്റി നിർത്തലോ അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബം പോലെ നമ്മൾ എങ്ങനെ വീട്ടിൽ കഴിയുന്നു അതേ ഒരു ഫെസിലിറ്റിയിലാണ് നമ്മളിവിടെ കഴിയുന്നത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ച് ഞാൻ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ ഈ ഒരു ഹോസ്പിറ്റലേ പറയുള്ളൂ, ഡോക്ടർ ജോബിൻ ഡോക്ടറുടെ അടുത്ത് ഇവിടെ ഒലിവ് ആയുർവേദത്തിൽ വരാനേ ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത്ര ഒന്നും ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ വന്ന് ആദ്യത്തെ ഒരു 2-3 ദിവസത്തിൽ ബുദ്ധിമുട്ടുണ്ടായാലും പിന്നീട് എൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും എല്ലാം ഭംഗിയായി എല്ലാം നടന്നപ്പോൾ ഇന്ന് ഞാൻ നല്ല രീതിയിലൊരു പെയിൻ പോലും ഇല്ലാതെ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ തീർത്തും പെയിൻ ഇല്ല എന്നല്ല, നമ്മളെങ്ങനെയാണോ വന്ന് അതിൽ നിന്ന് ഒരുപാട് ബെറ്റർ ആവുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് എന്നെപ്പോലെ ഈ വീഡിയോ കാണുന്ന ആരായാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് പുക്കാട്ടുപടി ഒലിവ് ഹോസ്പിറ്റലിലാണ്. നിങ്ങളെല്ലാവരും വന്ന് ഡോക്ടർ ജോബിൻ ഡോക്ടറെ വന്ന് കാണുക. ഡോക്ടർ എന്ത് പറയുന്ന ആ രീതിയിൽ നിങ്ങൾ മെഡിസിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരുമെന്ന് 100% ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്ര ഒരു മാറ്റമാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ഇരിക്കാനോ, എൻ്റെ പഴയ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഏജിനേക്കായും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നടക്കാൻ. കാരണം ഒന്ന് ഇറക്കാനോ ഒന്ന് കയറാനോ ഞാൻ പിടിച്ച് കുഞ്ഞു പിള്ളേരെങ്ങനെ നടക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു ഈ 3-4-5 മാസത്തിനകം. പക്ഷെ എനിക്കിപ്പോൾ എന്ത് ഭംഗിയായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാ രീതിയിലും കൊണ്ട് ഹാപ്പിയാണ്. അതുകൊണ്ട് ഈ ഒരു ഹോസ്പിറ്റലിനോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഇവിടുത്തെ ഒരു അംഗമായിട്ട് ഇതുവരെ എനിക്ക് വേണ്ട സപ്പോർട്ടും എല്ലാം എല്ലാ രീതിയിലും ഇപ്പം തെറാപ്പിസ്റ്റിന്റെ ഭാഗത്തുനിന്നായാലും അതുപോലെ ആയുർവേദത്തിന്റെ ഭാഗത്തുനിന്നായാലും അതുപോലെ തന്നെ ഡോക്ടറുടെ ഭാഗത്തുനിന്നായാലും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫുകൾ, ഇവിടുത്തെ ഇക്ക എല്ലാവരും നല്ല രീതിയിൽ നമുക്ക് ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ അവർ ചെയ്തു തരുന്ന രീതിയാണ് നമുക്കിവിടെ. ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളെങ്ങനെ കഴിയുന്ന വീട്ടിൽ അതുപോലെ തന്നെയാണ് നമുക്കിവിടെ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഭയം കൂടാതെ നിങ്ങൾക്ക് ഡോക്ടർ ജോബിൻ ഡോക്ടറെ വന്ന് കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട രീതിയിൽ എല്ലാവർക്കും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്.